മണാലിയിൽ നിന്നാണ് വരുന്നത്. മണാലിയിൽ ഇത്ര തണുപ്പില്ല. ഡൽഹിയിൽ വന്നപ്പോഴാണ് ഭയങ്കര തണുപ്പ്. തണുപ്പാണ്, കൊടും തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പ്. ഡൽഹിയിലും മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്കൂളുകൾക്കിപ്പോൾ അവധിയാണ്. ക്ലാസുകൾ ആരംഭിച്ചാലും സമയക്രമത്തിൽ മാറ്റമുണ്ടാകും. സ്വന്തം വീടില്ലാതെ തെരുവിൽ കഴിയുന്നവർ താൽക്കാലിക ഷെഡുകളിൽ അഭയം പ്രാപിച്ചു. തീവണ്ടികൾ മിക്കതും വൈകുന്നു. ദിവസേന 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദു ചെയ്യുന്നു. തണുപ്പിനൊപ്പം വന്ന വിഷപ്പുക ചേർന്ന മൂടൽമഞ്ഞാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. അവധി ആഘോഷിക്കാൻ ഡൽഹിയിലെത്തിയവരും കൊടും തണുപ്പിൽപ്പെട്ടു. നമ്മളൊക്കെ നേരത്തെ ഡൽഹി വന്നിട്ടുണ്ടോ? അപ്പൊ ഈ തണുപ്പ് ഇങ്ങനെ അനുഭവിക്കുമ്പോ എന്താ ഒന്നും പറയാനില്ല. എങ്ങനെങ്കിലും നാട്ടിലെത്തിയാൽ മതി. നല്ല തണുപ്പാണ്, വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് തണുപ്പുണ്ട്. ആണല്ലേ? നട്ടുച്ച സമയമാണ്. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട്. ജാക്കറ്റ് ഇടാതെ ഈ നട്ടുച്ചയ്ക്ക് പോലും ഡൽഹിയിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല, അത്രയധികം തണുപ്പാ. അപ്പൊ പുലർച്ചെയോ വൈകിട്ടോ ഭയങ്കര തണുപ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ വലിയ പുകമഞ്ഞു കൂടി ഈ നഗരത്തെ മൂടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സഹിച്ചിട്ടാണ് ഈ ആളുകൾ നഗരത്തിലേക്ക് ഇറങ്ങി നടക്കുന്നത്. നവംബർ പകുതിയോടെ ആരംഭിച്ച തണുപ്പ് ഡിസംബർ അവസാനത്തോടെ ശക്തമായി. ഇനി ജനുവരി മാസത്തോടെ തണുപ്പ് കുറഞ്ഞു തുടങ്ങും. മാർച്ചോടെ ഡൽഹി പതിയെ കൊടും ചൂടിലേക്ക് നീങ്ങും.